ശരിക്കും ടർബോ ഡീഗ്രേഡ് അടിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ടർബോ എന്ന് പറയുന്ന ഒരു ചിത്രം ഇപ്പൊ ടർബോ മാത്രമല്ല, ഇതിനു മുമ്പ് ഇറങ്ങിയ കിങ് ഓഫ് കൊത്ത, അതേപോലെ തന്നെ വാലിബൻ ആയാലും ഇറങ്ങിയപ്പോ തന്നെ പടം ഏത് രീതിയിലും ആയിക്കോട്ടെ, എല്ലാത്തരം പ്രേക്ഷകരും കാണണമല്ലോ. ഇപ്പൊ എന്റെ ഇഷ്ടമായിരിക്കില്ല മറ്റാളുടെ ഇഷ്ടം. അപ്പൊ കണ്ടു വിലയിരുത്തണം. അതിന് ഒരാഴ്ചയെങ്കിലും ഓടാനുള്ള സമയം കൊടുക്കണം. ഒരു ഷോ കഴിയുന്നതിന് മുമ്പ് തന്നെ ഡീഗ്രേഡ്, മെയിൻ ആയിട്ട് ഫേക്ക് ഐഡിയയിൽ നിന്നാണ്. നമ്മൾ അത് നോക്കുമ്പോ കമന്റ് ബോക്സിൽ നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റും. ഫേക്ക് ഐഡിയ ആണ്. സ്വന്തം വ്യക്തിത്വം പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഒളിഞ്ഞു നിന്ന് ചെയ്യുന്ന രീതിയിൽ എന്തിനോ വേണ്ടി ചെയ്യുന്ന, ഏതോ ലക്ഷ്യം വെച്ച് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. അതില്ല. ഇപ്പൊ ഈ ടർബോയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാത്തരം പ്രേക്ഷകരും സ്വീകരിച്ച, ഇവരെയൊക്കെ തകർത്തി എറിയുന്ന രീതിയിലൊക്കെ അതെ. ഇപ്പൊ ടർബോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിവാദങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പറഞ്ഞ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷെ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന, കലയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവര് തീർച്ചയായിട്ടും നല്ല ചിത്രമാണെങ്കിൽ സ്വീകരിക്കുക തന്നെ. ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനത്തെ രീതിയിലുള്ള ഡീഗ്രേഡിങ് ഈ ടർബോ എന്നല്ല ഒരു ചിത്രത്തിനും ആരും നൽകരുത്. തീർച്ചയായിട്ടും ആ ഒരു ചിത്രം ഞാൻ കണ്ടതാണ്. നല്ല രീതിയിൽ തന്നെ മമ്മൂക്ക തകർത്ത് അഭിനയിച്ചു എന്ന് തന്നെ പറയണം. ബിന്ദു പണിക്കർ ചേച്ചി ആയാലും എല്ലാവരും, രാജ്ബി ഷെട്ടി ആയാലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും, അത് ഒരുപാട് നാളത്തെ പ്രയത്നവും ഒരു പരിശ്രമവും കൊണ്ടാണ് ആ ഒരു ചിത്രം അണിയിച്ചൊരുക്കിയത്. അപ്പൊ അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ അത്രയും മുതൽ മുടക്കില് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടികൾ ചിലവാക്കിയിട്ടാണ് ആ ഒരു സിനിമ ഇറക്കിയത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് നഷ്ടം ആകാതെ അവർക്ക് മുടക്കിയ മുതലെങ്കിലും തിരിച്ചിട്ടുന്ന രീതിയിലേക്ക് വരുന്നതിന് പകരം അത് തകർത്ത് കളയുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് പെരുമാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഈ പറയുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആളുകളുടെ ഒരു ശ്രമവും ഈ പടത്തിന് ഏറ്റില്ല എന്ന് വേണം പറയാൻ. 200-250 കോടിയിലേക്കുമാണ് അത് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പടം വിജയിക്കും. തീർച്ചയായിട്ടും സിനിമയെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന ആരും കൈവിടില്ല. ആ ചിത്രമൊന്നല്ല, ഒരു ചിത്രവും ആര് തകർക്കാൻ നോക്കിയാലും ഏൽക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ പടം ഇരുകൈ നീട്ടി തന്നെ സ്വീകരിച്ച് ടർബോ ഇനിയും കുതിച്ചുകൊണ്ടിരിക്കും.